മിൽട്ടൺ ഒരു ലിറ്റററി ഹിസ്റ്ററിയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. പൊളിറ്റിക്കലി നോക്കിയാൽ മിൽട്ടൻ്റെ ടൈം ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടൈമാണ്. നമുക്കറിയാം സിവിൽ വാറിൻ്റെ ടൈമാണ്. സിവിൽ വാറിൻ്റെ ടൈമിൽ പ്രൊട്ടക്ടറേറ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു റൈറ്ററാണ് മിൽട്ടൺ. അതുപോലെ തന്നെ ഹി വാസ് എ ചാമ്പ്യൻ ഓഫ് ദ ഐഡിയ ഓഫ് റിപ്പബ്ലിക്. അതായത് മൊണാർക്കിക്കെതിരെ റോയലിസ്റ്റുകൾക്കെതിരെ റിഫർമേഷൻ വേണമെന്ന്, പൊളിറ്റിക്കൽ റിഫർമേഷൻ വേണമെന്ന് വാദിച്ച ആൾക്കാരിൽ ഒരാളാണ്, മേജർ റൈറ്ററിൽ ഒരാളാണ് ശരിക്കും ജോൺ മിൽട്ടൺ. അതുകൊണ്ട് തന്നെ ഹി വാസ് എ ഗ്രേറ്റ് സപ്പോർട്ടർ ഓഫ് ഒലിവർ ക്രോംവെൽ ആൻഡ് ഹി ഹാസ് റിട്ടൺ എ വെറോഷ്യസ്ലി അഗെയിൻസ്റ്റ് those people like Charles First and his aides, അല്ലെങ്കിൽ പുള്ളിയുടെ കോർട്ടിലെ മേജർ ആയിട്ടുള്ള ഫിഗേഴ്സിനെതിരെ എല്ലാം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. So, looking at his beginning as a poet, he can be called as a polyglot, a scholar, well versed in different fields. ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആണ്, സ്ട്രോങ് പ്രൊട്ടസ്റ്റൻ്റ് വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ഹാഡ് എ ഗ്രൗണ്ടിങ് നോളജ് ഇൻ ക്ലാസിക്കൽ റെട്രിക് ആൻഡ് ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് വാല്യൂസ്. ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ്, ഹി വാസ് എ കേംബ്രിഡ്ജ് ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് വാല്യൂസിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ക്ലാസിക്കൽ റെട്രിക്കിൽ വളരെ മാസ്റ്ററി നേടുകയും ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ്. ഹി വാസ് വെൽ വേഴ്സ്ഡ്, അങ്ങനെ തന്നെ പറയാം. വളരെ സ്റ്റൂഡിയസ് ആയിരുന്നു, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ലേൺഡ് ആണ്. ലാറ്റിനും അതുപോലെ ഫ്രഞ്ചും ഒക്കെ വളരെ നന്നായിട്ട് വഴങ്ങുന്ന ഒരു റൈറ്ററായിരുന്നു. സോ അത് ആണ് പുള്ളിയുടെ മെയിനായിട്ടും റൈറ്റിങ്സിൽ നമ്മൾ ഇത്രയും ഗ്രാൻഡ് സ്റ്റൈൽ എന്നൊക്കെ, മിൽട്ടൻ്റെ ഗ്രാൻഡ് സ്റ്റൈൽ എന്നൊക്കെ പിന്നീട് പറയുന്നതിനുള്ളൊരു കാരണം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഹി വാസ് വെരി വെൽ വേഴ്സ്ഡ്. He has studied a lot. അതുകൊണ്ടാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പുള്ളിനെ വിളിക്കുന്നത്. സോ he was a prodigy. He was a prodigy definitely. He was a product of Cambridge, Christ College, Cambridge. അതുകൊണ്ട് പുള്ളിയെ ചെറുപ്പത്തിൽ ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം പുള്ളിയുടെ ഒരു മാനറിസവും അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ഒരു എന്താ പറയുക അറ്റയറും ഒക്കെ വെച്ചിട്ട് ലേഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു നിക് നെയിമിലൊക്കെ പുള്ളി അറിയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഏർലിയസ്റ്റ് ടൈമിലെ വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ മേജറായിട്ട് പറയാം. ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് പോയട്രി പോയട്രിക് കരിയർ ബിഗിൻസ് വിത്ത് ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫെയർ ഇൻഫൻറ്റ് ഡൈയിങ് ഓഫ് എ കഫ് എന്ന് പറയുന്നൊരു വർക്കാണ്. അത് 20ാമത്തെ വയസ്സിൽ എഴുതിയാണ്. ഞാനതിൻ്റെ അത് കൊടുത്തിട്ടില്ല. അതാണ് പുള്ളിയുടെ ആദ്യത്തെ വർക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. കേംബ്രിഡ്ജ് ടൈമിലെ പുള്ളിയുടെ റൈറ്റിങ്സിലായിട്ട് നോക്കുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് കേംബ്രിഡ്ജ്, ഒന്ന് എലജിയ പ്രൈമ, അത് ചാൾസ് ഡിയോഡാറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് എഴുതിയൊരു വർക്കാണ് എലജിയ പ്രൈമ. ബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് തന്നെയാണ് എഡ്വേർഡ് കിങ്ങിനെ പുള്ളി ബിഫ്രണ്ട് ചെയ്യുന്നതും. എഡ്വേർഡ് കിങ്ങിൻ്റെ ഡെത്തിലാണ് പിന്നീട് ലിസഡസ് എഴുതുന്നത്. സോ ഹി വാസ് എ ഫ്രണ്ട് ഓഫ് മിൽട്ടൺ ഡ്യൂറിങ് ദ കേംബ്രിഡ്ജ് ടൈം. അനദർ മേജർ വർക്ക് ഡ്യൂറിങ് ഹിസ് studies in Cambridge was a nativity ode on the morning of Christ's nativity. 1629 എഴുതിയ ഓഡാണ് ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി. അത് നേറ്റിവിറ്റി ഓഡ് എന്നാണ് ഫേമസ്ലി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഓൺ ഷേക്സ്പിയർ, പുള്ളി ഒരു ഷേക്സ്പിയറിൽ ഒരു ഓഡ് എഴുതിയിട്ടുണ്ട്, ഓൺ ഷേക്സ്പിയർ. ഓക്കെ, ഈ 3 വർക്കുകളാണ് കേംബ്രിഡ്ജ് ടൈമിലെ മേജർ വർക്ക് എന്ന് നമ്മൾ പറയുന്നത് മിൽട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഏർലിയസ്റ്റ് പോയംസ് വരുന്നത് 2 മേജർ പോയംസ് വരുന്നുണ്ട്. ഒന്ന് ലാ ലഗ്ര, 2 ഇൽ പെൻസ്റോസോ. 1631 ഒന്ന് 1645 ഈ 1631 45 ബിറ്റ്വീനിൽ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. പുള്ളിയുടെ മോസ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിസഡസ് വരുന്നുണ്ട്. പക്ഷേ അതിലും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടൈമിൽ, അതായത് സിവിൽ വാറിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ടൈമാണ്. ആ സമയത്ത് ഒരുപാട് പ്രോസ് പുള്ളി എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ ട്രാക്സ് ഉണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞു വരുമ്പോൾ പറയാം. പാംഫ്ലെറ്റ്സ് ഉണ്ട്. അത് ആ സമയത്ത് അതുകൊണ്ട് പ്രോസും അതുപോലെ തന്നെ മിൽട്ടൺ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഒരു ടൈമാണിത്. സോ ഈ ഒരു ടൈമിലെ മേജർ ഏർലിയസ്റ്റ് പോയം എന്ന് പറയുന്നത് ഇത് രണ്ടും. ഒന്ന് ഇൽ പെൻസ്റോസോയും ലാ ലഗ്രയും. ലാ ലഗ്രയുടെ അർത്ഥം മീനിങ് ഹാപ്പി മാൻ എന്നാണ്. അതിൻ്റെ അകത്ത് ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് ഡിലൈറ്റ്സ് ഇഫ് ദൗ കാസ്റ്റ് ഗിവ് മിർ വിത്ത് ദി ഐ മീൻ ടു ലീവ്. ഇൽ പെൻസ്റോസോയിൽ കണ്ടംപ്ലേറ്റീവ് മാനാണ്. മറ്റേത് ഹാപ്പി മാൻ ആണെങ്കിൽ ഇതിൽ കണ്ടംപ്ലേറ്റീവ് മാനാണ്. ഇൽ പെൻസ്റോസോ അതുപോലെ തന്നെ മെലൻകോളി നമ്മൾ കണ്ടായിരുന്നു അല്ലേ, അനാട്ടമി ഓഫ് മെലൻകോളി നമ്മൾ പറഞ്ഞപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു മെലൻകോളി. സോ ഇൽ പെൻസ്റോസോയിൽ കണ്ടംപ്ലേറ്റീവ് മാൻ അല്ലെ, ഈ മെലൻകോളിക് മാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ 2 ഏർലിയസ്റ്റ് ആയിട്ടുള്ള പോയംസ് ആണ്.
പിന്നെയുള്ള പോംസ് എന്ന് പറയുന്നത് ഹോട്ടൺ പോംസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പോയംസ് ഉണ്ട്. കേംബ്രിഡ്ജിലെ ലൈഫിന് ശേഷം പുള്ളി ഹോട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് സെറ്റിലായി. ഹാമർ സ്മിത്തിലെ ഹോട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഹി സ്പെൻഡ് ദർ 6 years. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം ഹി റോട്ട് സം മേജർ പോംസ് ലൈക്ക് ലിസഡസ് ആ ഒരു ടൈമിൽ എഴുതിയതാണ്. അപ്പോൺ ദ സർക്കംസെഷൻ എന്ന് പറയുന്ന പോയം ആ സമയത്ത് എഴുതിയതാണ്. ഓൺ ടൈം എന്ന് പറയുന്ന പോയം ആ സമയത്ത് എഴുതിയതാണ്. അതിൽ ലിസഡസും പിന്നെ 2 മോസ്ക് ഉണ്ട്. ഒന്ന് അർക്കേഡസും കോമസും. ഈ 2 മോസ്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. മിൽട്ടൻ്റെ വർക്കുകൾ നമ്മൾ എടുക്കും, കളക്ഷൻ ഓഫ് വർക്ക്സ് എടുക്കുമ്പോൾ ഈ മോസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ബോൾസ് അല്ലെങ്കിൽ ബാങ്കറ്റ്സിൽ പാടി ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന വർക്ക് ഒരു ലിറ്റററി ഫോമാണ്. സോ ഹി ഹാസ് റിട്ടൺ 2 മോസ്ക്, ഒന്ന് ആർക്കേഡസും കോമസും. അതിൽ കോമസ് 1634 എഴുതിയ വർക്കാണ്. അത് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. അത് ചിലപ്പോഴൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ ചോദിക്കാറുള്ളൊരു വർക്കാണ് കോമസ്. പിന്നെ ഉള്ളത് അടുത്ത മേജർ വർക്ക് ലിസഡസ് ആണ്. സോ നമുക്ക് ലിസഡസ് നോക്കിയിട്ട് അങ്ങ് പോവാം. കാരണം ബാക്കി വർക്കൊന്നും നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മിൽട്ടനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. സോ ഇതിൽ ലിസഡസ് എടുക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മെമ്മോറിയൽ ടു എഡ്വേർഡ് കിങ് മിൽട്ടൻ്റെ ഒരു അക്കംപ്ലൈസ് ആയിരുന്നു. ഡ്യൂറിങ് ദ കേംബ്രിഡ്ജ് ടൈം ഹി വാസ് ഡ്രൗൺഡ് ഇൻ തെംസ് ആൻഡ് ഹി റോട്ട് ഇൻ മെമ്മറി ഓഫ് എഡ്വേർഡ് കിങ്. സോ ഈ പോം വരുന്നത് മെയിനായിട്ടും എഡ്വേർഡ് കിങ്ങിന് വേണ്ടിയിട്ട് എഴുതിയതാണെങ്കിൽ അല്ലെങ്കിൽ എഡ്വേർഡ് കിങ്ങിൻ്റെ മെമ്മറീസിൽ എഴുതിയതാണെങ്കിൽ മെമ്മോറിയലായിട്ട് എഴുതിയതാണെങ്കിലും ശരിക്കും ഇതിൽ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ആസ്പെക്ട്സ് ഒരുപാട് വരുന്നുണ്ട്. ഒരു റിഫ്ലക്റ്റീവ് പോയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഈ ഒരു സ്റ്റൈല് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ മോണോഡി ആണ് ഇത് പോയം. അതായത് ലെമൻറ്റിങ് ബൈ വൺ പേഴ്സൺ, സ്വന്തമായിട്ട് എന്താ പറയുന്ന രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ഈ പോയത്തിനുള്ളത്. അത് മോണോഡി എന്നാണ് നമ്മളതിന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പോയറ്റിക് സ്ട്രക്ചർ അല്ലെങ്കിൽ മോണോഡി ഈസ് ആക്ച്വലി ആൻ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഓഫ് തിയോക്രാറ്റസ് വർക്ക്. ഓക്കെ, ഇതിൽ കുറേ തീംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലിസഡസിൽ. മെയിനായിട്ടുള്ള ഒന്ന് റിയലൈസേഷൻ ദാറ്റ് ഡെത്ത് മൈറ്റ് ഫോർസ്റ്റാൾ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഫെയിം, ഫൈൻഡിങ് ദ ട്രൂ ഫെയിം ഇൻ ഹെവൻ, പ്യൂരിറ്റൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ക്രിറ്റിസിസം ഓഫ് ആംഗ്ലിക്കൻ ക്ലറിക്സ്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള തീം. ഒന്ന് റിയലൈസേഷൻ ദാറ്റ് ഡെത്ത് മൈറ്റ് ഫോർസ്റ്റാൾ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഫെയിം. അതായത് ഈ 1637 എന്ന് പറയുമ്പോൾ മിൽട്ടൺ പ്രൈം ടൈമിലോട്ട് എത്തുന്ന ഒരു സമയമാണ്, കോളേജ് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ്. സോ ഹി വാസ് വെരി അംബീഷ്യസ് ആൻഡ് ഹി വാസ് ഓൾസോ സീക്കിംഗ് ഫോർ ഫെയിം. സോ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ് വാസ് എ കൈൻഡ് ഓഫ് എ ലൈക്ക് റീകോളിംഗ് അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് റിമൈൻഡർ ഫോർ ഹിം ദാറ്റ് വാട്ട് ഹി ഈസ് ബിഹൈൻഡ്, അല്ലെങ്കിൽ ഫെയിം അതുപോലുള്ള അച്ചീവ്മെൻറ്റ്സ്, വാട്ട് ഹി ഈസ് ബിഹൈൻഡ് ഈസ് നോട്ട് ആക്ച്വലി ഗോയിങ് ടു ലാസ്റ്റ് ഫോർ എവർ. സോ ഇതൊരു തരത്തിലുള്ളൊരു തിരിഞ്ഞു നോട്ടം ആണ്, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷനാണ് മിൽട്ടനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എഡ്വേർഡ് കിങ്ങിനെ കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതൊരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഫെയിമിനെ കുറിച്ചും അല്ലെങ്കിൽ ലൈഫിലെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചും ഗോളുകളെ കുറിച്ചും ഒക്കെ പുള്ളി ചിന്തിക്കുന്ന ഒരു പോയായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, പിന്നെ ഫൈനലി ബൈ ദ എൻഡ് ഓഫ് ദ പോം വി സീ ദാറ്റ് ഹി ഈസ് ലീനിങ് ബാക്ക് ടു ഹിസ് ഹ്യൂമനിസ്റ്റ് ക്രിസ്ത്യൻ വാല്യൂസ് by finding fame in heaven. അതായത് he says that whatever we have here in this earth is not going to last forever, so the final refuge അല്ലെങ്കിൽ destination എന്ന് പറയുന്ന heaven ആണ്. So the fame that will be granted by God will be higher than anything else. സോ ആ ഒരു തരത്തിലോട്ട് ഈ പോയത്തിൻ്റെ എൻഡിങ്ങിൽ എത്തുമ്പോൾ മിൽട്ടൺ എത്തിച്ചേരുന്നുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഗോഡ് അല്ലെങ്കിൽ ലീനിങ് ബാക്ക് ടു ഗോഡ്, പ്യൂരിറ്റൻ ആറ്റിറ്റ്യൂഡാണ് ഈ പോയത്തിൽ ത്രൂ ഔട്ട് വരുന്നത്. മെയിനായിട്ടും ശരിക്കും ക്രിറ്റിസിസം ഓഫ് ആംഗ്ലിക്കൻ ക്ലറിക്സ്, പ്യൂരിറ്റാനിസം ഒരു ആംഗ്ലിക്കനിസത്തിൻ്റെ കറപ്ഷൻ്റെ എതിരെയുള്ള റെസ്പോൺസ് ഒക്കെ ആയിട്ടാണ് വന്നത്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. സോ മിൽട്ടൺ ഒരു പ്യൂരിറ്റൻ ആയിരുന്നു, ഒരു സ്ട്രോങ് ഹെൽഡ് പ്യൂരിറ്റൻ വ്യൂ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിലൊരു ഡയഗ്രഷൻ എന്ന രീതിയിൽ, പോയത്തിൻ്റെ തീമിൽ നിന്നൊരു ഡയഗ്രഷൻ എന്ന രീതിയിൽ ക്രിറ്റിസിസം ഓഫ് ആംഗ്ലിക്കൻ ക്ലർക്സ് വരുന്നുണ്ട്. മോണോഡിയാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിലൊരു മേജർ ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫെയിം ഈസ് നോ പ്ലാൻ ദാറ്റ് ഗ്രോസ് ഓൺ ദ മോർട്ടൽ സോയിൽ, ടുമോറോ ടു ഫ്രഷ് വുഡ്സ് ആൻഡ് പാസ്റ്റർ ഇൻ യു. സോ ഇതാണ് ലിസിഡസിനെ കുറിച്ച് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. സമ്മറി ഒന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം മിൽട്ടൺ ശരിക്കും ഒരു വേൾഡ് ടൂറൊക്കെ പോവാണ്, ഫോറിൻ ടൂർ പോകുന്നുണ്ട്, ഫ്രാൻസിൽ പോകുന്നുണ്ട്. ഈ സമയത്താണ് ഗലീലിയോ വാസ് ഇൻകാർസറേറ്റഡ് ആയിരുന്നു. ആ സമയത്താണ് പുള്ളി ഗലീലിയോയെ മീറ്റ് ചെയ്യുന്നത് റോമിൽ വെച്ചിട്ട്. സോ
ഈ സമയത്തുള്ള അടുത്ത വർക്ക് എന്ന് പറയുന്നത് എയർലി പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു മിൽട്ടൻ്റെ ഈ ഒരു ടൈമിൽ, അതായത് ലിസഡസിനും പിന്നെ ഏതാ ലാസ്റ്റ് പോയവരുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഐൽപെൻസ് റോസോയ്ക്കും ഇടയ്ക്ക് കുറേ പ്രോസ് വർക്കുകൾ വരുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിൻ്റെയും കൂടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഇത്രത്തോളം പ്രോസ് വർക്ക് വരുന്നത്. കാരണം മിൽട്ടൺ വാസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം history of Britain was quite chaotic, eventful, because there were a lot of things happening. Social and cultural movements and ups and downs were there. New working class was taking its form, replacing the aristocratic values and values of republican values, അല്ലെങ്കിൽ values of enlightenment was being reinstalled in political spheres. So political sphere തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് റെസ്പോൺസ് എന്ന രീതിയിൽ കുറേ പ്രോസസ്സ് വരുന്നുണ്ട്. മെയിനായിട്ടും ആൻറ്റി പ്രലേറ്റിക്കൽ ട്രാക്സ് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ മിൽട്ടൺ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് എഴുതാണ്. ഇതിൽ ഈ ട്രാക്സിലെല്ലാം മെയിനായിട്ടും ആംഗ്ലിക്കൻസിനെ അല്ലെങ്കിൽ ആംഗ്ലിക്കൽ എപ്പിസ്കോപ്പൽ സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും പ്യൂരിറ്റാനിസ്റ്റ് കോസിനെ പ്രൈസ് ചെയ്തുകൊണ്ടും എഴുതിയ വർക്കുകളാണ് ഇതെല്ലാം. റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള കോളുകളായിരുന്നു ഇതെല്ലാം. 5 ആൻറ്റി പ്രൊലക്ടറേറ്റ് ട്രാക്സ് ഉണ്ട്. എപ്പിസ്കോപ്പൽ സിസ്റ്റവും എപ്പിസ്കോപ്പൽ സിസ്റ്റം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ജക്കോബിയൻ പീരീഡിൻ്റെ തുടക്കത്തിൽ. അതിൽ 5 ആൻറ്റി പ്രൊലക്ടറേറ്റ് ട്രാക്സിൽ മേജറായിട്ടുള്ളത് ഓഫ് റിഫോർമേഷനും ഓഫ് എഡ്യൂക്കേഷനുമാണ്. അത് രണ്ടും ഫേമസ് ആയിട്ടുള്ള 2 ട്രാക്സാണ്. ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത് 1644 അതിൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പുള്ളി വാദിക്കുന്നുണ്ട്. ആർജസ് ഫോർ റിഫോർമേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസിന് വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹി ഔട്ട്ലൈൻസ് ആൻ ഐഡിയ ഓഫ് കരിക്കുലം എംഫസൈസിങ് ഗ്രീക്ക് ലാറ്റിൻ ലാംഗ്വേജ് ആസ് മീൻസ് ടു ലേൺ ഡയറക്ട്ലി ദ വിസ്ഡം ഓഫ് ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റി. സോ മിൽട്ടൻ്റെ ഉള്ളിലെ ഒരു ക്ലാസിക്കൽ പോയറ്റ് എന്ന രീതിയിൽ പോയറ്റ് പുറത്തു വരുന്നുണ്ട്. ഓഫ് എഡ്യൂക്കേഷനിൽ മെയിനായിട്ടും. ഓക്കെ, നൗ അടുത്ത വർക്ക് എന്ന് പറയുന്നത് 2 ഡിവോഴ്സ് ട്രാക്സ് ആണ്, ഫോളോഡ് ബൈ ഹിസ് ഡിവോഴ്സ് വിത്ത് മേരി പാവൽ. അതായത് മിൽട്ടന് ഒരു വളരെ ടർബുലൻ്റ് ആയിട്ടുള്ളൊരു മാരേജ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹി മാരീഡ് ആക്ച്വലി ഇൻ 1643 അറ്റ് ദ ഏജ് ഓഫ് 35. 16 years ആയിട്ടുള്ള മേരി പാവലിനെ കല്യാണം കഴിക്കുന്നു, മാരി ചെയ്യുന്നു. സൂൺ ആഫ്റ്റർ ദ മാരേജ്, അല്ലെങ്കിൽ മേ ബി എ മന്ത് ആഫ്റ്റർ ദ മാരേജ്, ഷീ റിട്ടേൺ ബാക്ക് ടു ഹർ ഹോം. സോ മിൽട്ടൻ്റെ മാരേജ് റിലേഷൻഷിപ്പ് വാസ് നോട്ട് ക്വൈറ്റ് പീസ്ഫുൾ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഇവൻറ്റ്ഫുൾ. സോ പ്രോബ്ലമാറ്റിക്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന രീതിയിൽ ഡിവോഴ്സ് ട്രാക്സ് വരുന്നുണ്ട്. ദ ഡോക്ട്രിൻ ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ഡിവോഴ്സ് എന്ന് പറയുന്നത് 1643. അതിൽ ശരിക്കും മിൽട്ടൻ്റെ കോൺസെപ്റ്റ് ഓഫ് വിമൻ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും മിൽട്ടനെ സംബന്ധിച്ച് പറയുമ്പം പല കാര്യങ്ങളിലും ഐറണിക് ആയിട്ടുള്ള വ്യൂസ് ആണ്. പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഹി വാസ് വെരി പ്രോഗ്രസീവ്. ഹി വാസ് അഗെയിൻസ്റ്റ് എ കൺവെൻഷണൽ റോയലിസ്റ്റ് സ്റ്റാൻഡ്. ഹി സപ്പോർട്ടഡ് റിപ്പബ്ലിക്കൻ ഐഡിയൽസ്. പക്ഷേ വിമനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ഹി വാസ് ലൈക്ക് എ കൺവെൻഷണൽ മാൻ. പക്ഷേ പുള്ളിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഹി വാസ് സപ്പോർട്ടിങ് ഡിവോഴ്സ്. അതുപോലെ തന്നെ മാരേജിനെ കുറിച്ചുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചില ഒപ്പീനിയൻസ് ഒക്കെ മിൽട്ടൺ ഈ ട്രാക്സിൽ നടത്തുന്നുണ്ട്. ഒന്ന്, ഹി പ്രൈസ്ഡ്, അതായത് അതുവരെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് പൊതുവായിട്ട്, ചർച്ചിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും ഉണ്ടായിരുന്നു. പക്ഷേ മിൽട്ടൺ പറഞ്ഞു പ്രൊക്രിയേഷൻ ഈസ് നോട്ട് ദ പ്രൈമൽ മീൻസ് ഓഫ് മാരേജ് അല്ലെങ്കിൽ ഗോൾ ഓഫ് മാരേജ്, റാദർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചിയർഫുൾ കോൺവെർസേഷൻ ഓഫ് മെൻ ആൻഡ് വിമൻ ആണ് ശരിക്കും മാരേജിൻ്റെ ഒരു പർപ്പസ് എന്ന രീതിയിലൊക്കെ ഈ ട്രാക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് ഞാൻ പറഞ്ഞ കമ്പാനിയൻഷിപ്പിനെ കുറിച്ച്, മാരേജിലെ കമ്പാനിയൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ മാരേജിൻ്റെ കാര്യത്തിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് റൈറ്റിംഗ് ആയിരുന്നു ഇത്, ഡിവോഴ്സ് ട്രാക്സ്. ഫോളോയിങ് ദ ഡിവോഴ്സ് ട്രാക്സ് ലൈസൻസിങ് ഓർഡർ വരുന്നു. അതായത് മിൽട്ടൻ്റെ വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള ഈ ഒരു റൈറ്റിങ്സ്, പ്രത്യേകിച്ച് കൺവെൻഷനെതിരെയുള്ള റെസ്പോൺസസ് ശരിക്കും ഒരു പ്രസ് ലൈസൻസിങ് സെൻസർഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ഇൻ 1643 പാർലമെൻറ്റിൽ ഒരു സെൻസർഷിപ്പ് കൊണ്ടുവരുന്നു. അതാണ് ലൈസൻസിങ് ഓർഡർ ഓഫ് 1643. സോ അതിനെതിരെ മിൽട്ടൺ എഴുതിയ വർക്കാണ് ഏരിയോപജറ്റിക്ക. വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ടൈറ്റിൽഡ് ആഫ്റ്റർ എ സ്പീച്ച് റിട്ടൺ ബൈ ദ അഥീനിയൻ ഓറേറ്റർ ഇസോക്രാറ്റസ് ഇൻ 5th century BC. ആ ഒരു പുള്ളിയുടെ ആ ഒരു റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചറാണ് ഫോളോ ചെയ്തേക്കുന്നത്.
സോ ഇതിൽ ഫ്രീഡം ഓഫ് പ്രസ്സിനെ കുറിച്ചും റൈറ്റിങ്ങിനെ കുറിച്ചും അതായത് റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഞാൻ 1-2 ഭാഗങ്ങൾ ഐ തിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ബുക്സ് ആർ നോട്ട് അബ്സല്യൂട്ട്ലി ഡെഡ് തിങ്സ് ബട്ട് ഡു കണ്ടെയ്ൻ എ പൊട്ടൻസി ഓഫ് ലൈഫ് ഇൻ ദം ടു ബി ആസ് ആക്റ്റീവ് ആസ് ദാറ്റ് സോൾ ഹൂസ് പ്രൊജനി ദേ ആർ. സോ അതൊരു വളരെ സ്ട്രോങ്, ഇപ്പോഴും നമ്മൾ പലപ്പോഴും റെഫർ ചെയ്യുന്ന ഒരു വർക്കാണ്. പക്ഷേ ഈ എറിയപ്പച്ചറ്റിക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിലാണ്, അല്ലെങ്കിൽ തിയോളജിക്കൽ ആസ്പെക്റ്റിലാണ് പുള്ളിയുടെ റാഷണലൈസ് എല്ലാം. സോ ലോജിക്കൽ എക്സ്പ്ലനേഷൻസ് വരുന്നതെല്ലാം റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഇതിനകത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, നൗ അടുത്ത മേജർ വർക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മൈനർ വർക്ക്സ് വരുന്നുണ്ട്. അടുത്ത മേജർ വർക്ക് ഒരു ആൻറ്റി മൊണാർക്കിയൽ പാംഫ്ലെറ്റ് ആണ്. ഞാൻ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്കണോക്ലാസ്റ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് വരണം. അത് 49 വരുന്നത്. 49 ചാൾസിനെ ബിഹെഡ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു വർക്കാണ്. അതായത് ചാൾസിൻ്റെ സപ്പോർട്ടേഴ്സിനെതിരെ എഴുതിയൊരു വർക്കാണത്. ഓക്കെ, ഇമേജ് ബ്രേക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം, ഇക്കണോക്ലാസ്റ്റസ് എന്ന് പറയുന്നത്. നൗ മേജർ പോംസ്. സോ പ്രോസ് കഴിഞ്ഞ് പോംസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം മേജർ പോംസ് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ്, സാംസൺ അഗൈൻസ്റ്റ് അസ്, പാരഡൈസ് റീഗെയിൻ. ജസ്റ്റ് എ മിനിറ്റ്, 1 സെക്കൻഡ്. ഓക്കെ, സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഫൈൻ. പാരഡൈസ് ലോസ്റ്റ്, സാംസൺ അഗൈൻസ്റ്റ് അസ്, പാരഡൈസ് റീഗെയിൻ, ഇത് മൂന്നുമാണ് മേജർ ആയിട്ടുള്ള പോംസ്. ഇതിൽ പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിനും, അതും പാരഡൈസ് ലോസ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. പാരഡൈസ് റീഗെയിൻ്റെ ഒരു പീക്കൽ എന്ന് പറയാം പാരഡൈസ് ലോസ്റ്റ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഫൈൻ. മേജർ തീംസ്, നമ്മൾ ഈ മേജർ 3 വർക്ക് എടുത്താലും 3 വർക്കിലും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള തീംസ് ഉണ്ട്, ഒബ്വിയസ് ആയിട്ടുള്ള തീംസ്. 1 ഗ്ലോറിഫൈയിങ് ഗോഡ്, 2 പ്രൊമോട്ട് റിലീജിയസ് വാല്യൂസ്, 3 ഹെൽപ്പ് പീപ്പിൾ ബിക്കമിങ് ബെറ്റർ ക്രിസ്ത്യൻസ്. സോ ഈ 3 തീമും വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് ഈ 3 വർക്കിലും കാണാൻ പറ്റും. ഓക്കെ, മൂവിങ് ടു പാരഡൈസ് ലോസ്റ്റ്. യു ഹാവ് പാരഡൈസ് ലോസ്റ്റ് പ്രിസ്ക്രൈബ്, ഐ തിങ്ക്, റൈറ്റ്? ഇല്ലല്ലേ? ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണല്ലേ? ഓക്കെ, ഫൈൻ. I'll just go through it. Fine. പാരഡൈസ് ലോസ്റ്റ് മെയിനായിട്ടും 10 ബുക്സിലാണ് തുടങ്ങുന്നത്, പക്ഷേ 12 ബുക്സ് ആയി പിന്നീട്. ഞാനതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദാറ്റ് ഫോർബിഡൻ ട്രീ ഹൂസ് മോർട്ടൽ ടേസ്റ്റ് ബ്രോട്ട് ഡെത്ത് ഇൻ ടു ദ വേൾഡ്. ഇതൊരു ഡയറക്റ്റ് ബിബ്ലിക്കൽ അഡാപ്റ്റേഷനാണ്. ജെനസിസിൽ ബൈബിളിൽ പറയുന്ന തിയറി ഓഫ് ഒറിജിൻ്റെ ഒരു റീക്രിയേഷൻ എന്ന് പറയാം. ഒരു റിനേസൻസ് ഐഡിയൽസും ഹ്യൂമൻ, അതുപോലെ തന്നെ ഹെലനിസ്റ്റിക് പേഗനിസ്റ്റിക് ആസ്പെക്റ്റും എല്ലാം കൂടെ ചേർന്നൊരു മിക്സറായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് വേണേൽ വരിക്കാം. ഇത് ശരിക്കും ബിബ്ലിക്കൽ തീമാണെന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് പേഗനിസ്റ്റിക് ആസ്പെക്ട്സ് ഒക്കെ നമുക്ക്, പേഗൻ തീംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇൻവൊക്കേഷൻസ് വരുന്നുണ്ട്, മ്യൂസിനെ ഇൻവോക്ക് ചെയ്യുന്നത്, അതൊന്നും ശരിക്കും ക്രിസ്ത്യൻ വാല്യൂസിൽ പെടുന്നതല്ല. സോ അങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്റ്റ് ഈ വർക്കിൽ കാണാൻ പറ്റും. പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 12 വരെയുള്ള തീംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ബുക്കിൽ പാൻറ്റമോണിയമാണ് കാണിക്കുന്നത്. അതായത് ഫോളൻ ഏഞ്ചലായിട്ടുള്ള സേറ്റൻ വിത്ത് ഹിസ് ഫോളോവേഴ്സ് ബിൽഡിംഗ് ദ പാർലമെൻറ്റ് കോൾഡ് പാൻറ്റമോണിയം. അതാണ് 1ാമത്തെ ബുക്കിൽ പറയുന്നത്. 2ാമത്തെ വിത്ത് ഡിബേറ്റ് ഓഫ് സേറ്റൻ ഇൻ പാൻറ്റമോണിയം. സോ ഇത് 2nd ബുക്കിൽ സേറ്റനും സേറ്റൻ്റെ കൊളീഗ്സും തമ്മിലുള്ള ഡിബേറ്റാണ് നടക്കുന്നത് പാൻറ്റമോണിയത്തിൽ. ഹൗ ക്യാൻ ദേ ക്രാക്ക് ഇൻ ടു പാരഡൈസ് അല്ല, ഹൗ ക്യാൻ ദേ ക്രാക്ക് ഇൻ ടു ഈഡൻ, അതാണ് ചോദിക്കുന്നത് 2ാമത്തെ ബുക്കിൽ പറയുന്നത്. 3ാമത് ഗോഡ് ഫോഴ്സീസ് ദ ഡേഞ്ചർ ആൻഡ് ഫൈൻഡ്സ് ദ റെമഡി സേറ്റൻസ് എൻട്രി ടു ദ എർത്ത്. അതായത് ഗോഡ് 3ാമത്തെ ബുക്കിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇമ്മനൻറ്റ് ഡേഞ്ചറിനെ, മനുഷ്യനുണ്ടാവാൻ പോകുന്ന ഇമ്മനൻറ്റ് ഡേഞ്ചറിനെ കുറിച്ച് ഗോഡ് ഫോഴ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേറ്റൻ ഡിസ്കൈസ്ഡ് ആയിട്ട് എർത്തിൽ കയറി എർത്തിനെ ഫുള്ളൊന്ന് വാച്ച് ചെയ്യുന്നതാണ് 3ാമത്തെ ബുക്കിൽ പറയുന്നത്. സേറ്റൻ ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ ഇൻ ഡിസ്കൈസ്, അത് 4th ബുക്കിൽ. 5ാമത്തെ ബുക്കിൽ റഫേൽ വോൺസ് മാൻ ഓഫ് ഡേഞ്ചർ. റഫേൽ ആക്ച്വലി എന്താ പറയണേ, ഏഞ്ചലാണ്. റഫേൽ ഗാർഡിയൻ ഏഞ്ചലാണ്. ഹി വോൺസ് ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് എർത്താണ്. ഹി വോൺസ് അവിടെ മാൻ ഇൻ ദ സെൻസ് ആഡം ആൻഡ് ഈവ്.
ആഡമാണ് മെയിനായിട്ടും. ആഡത്തിനെ വാൺ ചെയ്യാണ്, സെയ്റ്റൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വാർണിങ്സ് കൊടുക്കുന്നു. ബുക്ക് 6 വാർണിംഗ് ഈസ് അഗെയിൻ ഗിവൺ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബുക്ക് 7 ക്രിയേഷൻ ഓഫ് ദ ന്യൂ വേൾഡ്. അതായത് ആഡം ആസ്ക്സ് ഹൗ ദിസ് ബോഡി ഹൗ ദിസ് എർത്ത് ഈസ് ക്രിയേറ്റഡ്, ഹൗ ദി ഹെവൻ ഈസ് ക്രിയേറ്റഡ്. ഈ കാര്യങ്ങളെല്ലാം റഫേൽ എന്ന് പറയുന്ന ഏഞ്ചലിനോട് ചോദിച്ച് ആദ്യം മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ബുക്ക് ഡയലോഗ് ബിറ്റ്വീൻ ബുക്ക് 9 8 അല്ലേ 8 ദ ഡയലോഗ് ബിറ്റ്വീൻ റഫേൽ ആൻഡ് ആഡം സെയിം. ബുക്ക് 9 വരുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ വാർണിങ്സ് ദേ ഫെയിൽ ആൻഡ് സോ ഫോൾ. സോ ബുക്ക് 9 ഫോൾ വരുന്നത്. അത് മേജറായിട്ടുള്ളൊരു ബുക്കാണ് 9. അതായത് ആഡം സക്കംസ് ടു ടെംപ്റ്റേഷൻ, ട്രിക്ക് ബൈ ദ സൈറ്റൻ. 10 ബുക്ക് 10 ദ പ്രൊക്ലമേഷൻ ഓഫ് പണിഷ്മെൻറ്റ്. അതായത് ദൈവം വന്നിട്ട് ഗോഡ് ദ ഫാദർ പണിഷ്മെൻറ്റ് പ്രൊക്ലെയിം ചെയ്യുന്നു. അതായത് ദേ വിൽ ബി ബാനിഷ്ഡ് ഫ്രം ഈഡൻ ഫോർ എവർ ആൻഡ് ദേ വിൽ ബി പ്ലേസ്ഡ് ഇൻ എർത്ത്. That is different from Eden. Eden is something analogous to what we call heaven, or Jews called Canaan. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് പ്രൊക്ലമേഷൻ ഓഫ് പണിഷ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ബുക്ക് 11 ശരിക്കും സൺ ഓഫ് ഗോഡ് അപ്പിയർ ചെയ്യുന്നു. സൺ ഓഫ് ഗോഡ് ഇൻ്റർഫിയേഴ്സ് ദ ഡിസിഷൻ ഓഫ് ഫാദർ ഓൺ ബിഹാഫ് ഓഫ് മാൻ ആൻഡ് ദ പ്രോമിസ്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ്. ബുക്ക് 12 വരുമ്പോൾ മൈക്കിൾ അല്ലെങ്കിൽ മിഖായൽ ലീഡ്സ് ആഡം ആൻഡ് ഈവ് ടു ദ ഗേറ്റ് ഓഫ് ഈഡൻ, ടെൽസ് ദം അബൌട്ട് ദ ഫ്യൂച്ചർ coming of Christ, and they go forth sad yet consoles with the hope of salvation at the end. അതായത് ബുക്ക് 12 ശരിക്കും ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫസ്റ്റ് കമ്മിങ്ങിനെ കുറിച്ച് പറയുന്നതും മാൻ അത് ആഡം ആൻഡ് ഈവ് എർത്തിലേക്ക് പോകുന്നതും ആസ് എ പണിഷ്മെൻറ്റ്. ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇറ്റ്സ് എ ലിറ്റററി എപ്പിക് ഇൻ ബ്ലാങ്ക് വേഴ്സ്. സോ മിൽട്ടൺ റോട്ട് ഇൻ ബ്ലാങ്ക് വേഴ്സ് ബോത്ത് പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിനും. ഒറിജിനലി 10 books, but later in 1654 added 2 books. Subject of the poem is fall of man and temptation. ഞാൻ നേരത്തെ പറഞ്ഞു ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ എന്നാണ് പുള്ളി തന്നെ പറയുന്നത്. ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ എന്നാണ്. ഡിപിക്സ് ദ fall as a fortunate mistake ഫെലിക്സ് കുൾപ്പ. അതായത് ഞാൻ പറഞ്ഞു ബിബ്ലിക്കൽ സ്റ്റോറിയിൽ നിന്നും ഒരുപാട് മാറിയിട്ടാണ്. അതായത് ഒരുപാട് ഡയഗ്രഷൻസും ചേഞ്ചസും ഈ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഹിയർ മിൽട്ടൺ ആക്ച്വലി പ്രസൻസ് ദിസ് ആസ് എ the fall as a fortunate mistake because that actually led way to the coming of Jesus Christ. അല്ലെങ്കിൽ first coming of Jesus Christ was materialized or made possible because there was a first fall. സോ അതിനെ ഒരു ഫെലിക്സ് കുൽപ്പ അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ് മിസ്റ്റേക്ക് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. എലമെൻറ്റ്സ് ഓഫ് പേഗൻ ആൻഡ് ക്രിസ്ത്യൻ ബിലീഫ്സ് ആൻഡ് കണ്ടംപററി എക്സ്പ്ലോറേഷൻസ്. കണ്ടംപററി വാല്യൂസും ക്രിസ്ത്യൻ ബിലീഫ്സും പേഗൻ എലമെൻറ്റ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ വർക്കിൽ. ക്രിസ്ത്യൻ ഹ്യൂമനിസം ആൻഡ് ക്ലാസിക് യൂണിറ്റി. while he followed അല്ലെങ്കിൽ strictly kept with classical unity in literary features, he actually embraced the Christian humanism as his theme. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ട്രിവിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുകയാണെങ്കിൽ ഒന്ന്, it was always argued that the real hero of Paradise Lost is not either Adam or God, but it is Satan. ബിക്കോസ് സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പേസ് അല്ലെങ്കിൽ വിസിബിലിറ്റി ഒരുപാട് കൊടുത്തിട്ടുണ്ട് മിൽട്ടൺ ഈ വർക്കിൽ. അതുകൊണ്ട് തന്നെ പലരും പിന്നീട് വരുമ്പോൾ പലരും മിൽട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ മിൽട്ടനെതിരെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ബ്ലെയ്ക്കൊക്കെ ആർഗ്യൂ ചെയ്യുന്നുണ്ട് പിന്നീട്. ഡ്രൈഡൻ കോൾഡ് മിൽട്ടൺ പോയറ്റിക്കൽ സൺ ഓഫ് സ്പെൻസർ. റൊമാൻറ്റിക്സ് ലൈക്ക് ബ്ലേക്ക്, ഞാൻ പറഞ്ഞു ഹി വാസ് ഓഫ് ദ ഡെവിൾസ് പാർട്ടി വിത്തൗട്ട് നോയിങ് ഇറ്റ് എന്ന് പറഞ്ഞത് ബ്ലെയ്ക്കാണ്, വില്യം ബ്ലേക്ക്. ഈ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെല്ലിൽ 1790 പുള്ളി ഒരു ട്രാൻസിഷണൽ പോയറ്റാണ്. ഫ്രം ന്യൂ ക്ലാസിസിൽ നിന്നും റൊമാൻറ്റിസിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിൽ പോയറ്റാണ് ബ്ലേക്ക് പറഞ്ഞത്. ബ്ലേക്കിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫേമസ് ആയിരുന്നു. ഹി വാസ് ഓഫ് ദി ഡെവിൾസ് പാർട്ടി വിത്തൗട്ട് നോയിങ് ഇറ്റ്. അർണൾഡ്, ബിക്കോസ് മാത്യു ആർണൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിൽട്ടനെ കുറിച്ച് അർണൾഡ് വളരെ ഹൈ റിഗാർഡാണ് ഉണ്ടായിരുന്നത്. അർണോൾഡ് ഒരു നമുക്കറിയാം ഒരു ക്ലാസിസിസ്റ്റാണ്, മിൽട്ടൺ ഒരു ഹൈ ക്ലാസിസിസ്റ്റ് ആണ്. സോ അർണോൾഡിൻ്റെ ടച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ മെത്തേഡിൽ
മിൽട്ടൻ്റെ വേഴ്സസും യൂസ് ചെയ്തിട്ടുണ്ട് ആസ് എ ടച്ച് സ്റ്റോൺ. സോ ഹി ഗേവ് ഹൈ റിഗാർഡ് ഫോർ മിൽട്ടൺ. അത് മിൽട്ടനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നോക്കുമ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് വരുന്നത്, റെഫറൻസസ് വരുന്നത്. നൗ നെക്സ്റ്റ് വർക്ക് ഈസ് പാരഡൈസ് റീഗെയിൻഡ്. പാരഡൈസ് റീഗെയിൻഡിലേക്ക് വരുമ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് ഡിഫറൻസസ് ഫ്രം പാരഡൈസ് ലോസ്റ്റ്, ബോത്ത് ലിറ്റററി ആൻഡ് തിമാറ്റിക്. ഇതിൽ പ്രൊട്ടാഗണിസ്റ്റ് ക്രൈസ്റ്റ് ആണ്, മറ്റേതിൽ സെയ്റ്റിന് കൊടുത്തത് വിസിബിലിറ്റി ഇതിൽ കൊടുക്കുന്നില്ല. ഇതിൽ തീം എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ ആണ് മെയിനായിട്ടും. ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ദെയർ ഇറ്റ് വാസ് ടെംപ്റ്റേഷൻ ഓഫ് മാൻ, ഹിയർ ഇറ്റ് ഈസ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതും ബിബ്ലിക്കലാണ്, പക്ഷേ ഇത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പോർഷൻസ് ആണ് എടുത്തേക്കുന്നത്. മേജറായിട്ടും 4 ബുക്സ് ആണുള്ളത്. പക്ഷേ സ്റ്റൈലിസ്റ്റിക്കലി നോക്കുമ്പോൾ മറ്റേ പാരഡൈസ് ലോസ്റ്റിൻ്റെ അത്രയും പോമ്പസ് ആയിട്ടുള്ള വേർഡ്സും ഡിക്ഷനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇതിൽ. ക്രൈസ്റ്റ് ആസ് എ ഹ്യൂമൻ ആൻഡ് റിഡീമർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അത് ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് വാല്യൂൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ക്രൈസ്റ്റിനെ നോട്ട് ജസ്റ്റ് ആസ് എ ഗോഡ് ബട്ട് ആസ് ഓൾസോ എ ഹ്യൂമൻ ബീങ് ഹി ഹാസ് പ്രസൻറ്റഡ് ഹിയർ. ഐ മീൻ ഹൗ ഹീ ഈസ് ഫൈറ്റിംഗ് വിത്ത് ടെംപ്റ്റേഷൻ എന്നുള്ള ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ സഫർ ചെയ്യുന്നോ ആ ഒരു ഇന്നർ ടർമോയിൽസ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് ശരിക്കും, ഈ വർക്കിൽ പറയുന്നുണ്ട്. സോ ദാറ്റ് വാസ് പാരഡൈസ് റീഗെയിൻഡ്. ഓക്കെ ഫൈൻ. നൗ ഇറ്റ് വാസ് ഓൾസോ എ ബ്രീഫ് വൺ, 4 ബുക്സ് ഉണ്ടായിരുന്നുള്ളൂ. സാംസൺ അഗൈൻസ്റ്റ് ഇസ് അനദർ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. പുള്ളി ഇത് ക്ലോസറ്റ് ഡ്രാമയാണ്. ക്ലോസറ്റ് ഡ്രാമ ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് മെൻ ഫോർ റീഡിങ്, പെർഫോമൻസിനല്ല, മെൻ ഫോർ റീഡിങ് ആണ് ക്ലോസറ്റ് ഡ്രാമ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ബിബ്ലിക്കൽ സ്റ്റോറി ഓഫ് സാംസൺ. സാംസൺ എന്ന് ഇതും ബിബ്ലിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥയാണ്. സാംസൺ ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ. സാംസൺ അഗെയിൻസ്റ്റ് ദ ഫിലിസ്റ്റീൻസ്. സ്റ്റോറി ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് ആൻഡ് കാം ഓഫ് മൈൻഡ് ഓൾ പാഷൻ സ്പെൻഡ് എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോട്ടാണ്. നൗ മൂവിങ് ടു മിൽട്ടൺസ് അതർ പോംസ്, എസ്പെഷ്യലി സോണറ്റ്സ്. മിൽട്ടൺ 23 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓഫ് ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ, ഓഫ് ബ്ലൈൻഡ്നെസ്സിലെ ഒരു ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ്. ഈ വർക്കിനെ കുറിച്ച് പറയാൻ കുറച്ച് തിമാറ്റിക്കൽ ആസ്പെക്ട് ഞാൻ പറയാം. കണ്ടംപ്ലേറ്റീവ് ആണ്, ഓട്ടോബയോഗ്രഫിക്കലാണ്. ബേസിക്കലി കണ്ടംപ്ലേറ്റീവ് അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയാൻ കാരണം ബൈ ദ ടൈം ഹി റോട്ട് ദിസ് പോം ഹി വാസ് ബ്ലൈൻഡ്. സോ ലാസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത് മിൽട്ടൺ ബ്ലൈൻഡ് ആവുന്നു. ബ്ലൈൻഡ്നെസ്സിലാണ് പുള്ളി എഴുതിയിരുന്നത്. നമ്മുടെ മറ്റേ ഫിസിക്കൽ പോയിറ്റ് ഒരാളുണ്ടല്ലോ, ഞാനത് പറഞ്ഞു വരും പറയാം. പുള്ളി ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മിൽട്ടനെ എഴുതാനായിട്ട്. ഓക്കെ, കണ്ടംപ്ലേറ്റീവ് ആണ്, ഓട്ടോബയോഗ്രഫിക്കലാണ്. ഇനി വേറൊരു ഫാക്ടർ മിൽട്ടനെ കുറിച്ച് പറയുമ്പം വി ഓൾവേസ് അസോസിയേറ്റ് ഹിം വിത്ത് ഗ്രാൻഡ് സ്റ്റൈൽ. മെയിനായിട്ടും മാത്യു ആർണൾഡ് ആണ് ഇതിനെ മിൽട്ടൻ്റെ സ്റ്റൈലിനെ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹി വാസ് വെൽ വേഴ്സ്ഡ്, ഹി വാസ് വെരി എഡ്യൂക്കേറ്റഡ്, ഹി ഹാഡ് കമാൻഡ് ഓവർ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. സോ പുള്ളിയുടെ വർക്ക് എടുക്കുമ്പോൾ ന്യൂമറസ് സൊല്യൂഷൻസും റെഫറൻസ് ലീഡിങ് ടു കമ്പാരിസൺ, അല്ലെങ്കിൽ ലാറ്റിനൈസ്ഡ് വൊക്കാബുലറി, ഇസോട്ടറിക് എക്സ്പ്രഷൻസ്, അർക്കീക്ക് ആൻഡ് ഇസോട്ടറിക് എക്സ്പ്രഷൻസ്, ഒരുപാട് പോമ്പസ് ആയിട്ടുള്ള സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിസ് വർക്ക് ഈസ് ഓൾസോ അട്രിബ്യൂട്ടഡ് ടു ദ ക്വാളിറ്റി ഓഫ് സബ്ലൈം. ഓൺ ദ സബ്ലൈം ലോഞ്ചൈനസിൻ്റെ ഒരു വർക്കാണ്. സബ്ലൈം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. സോ ദിസ് വർക്ക് ഈസ് ഓൾസോ അട്രിബ്യൂട്ടഡ് വിത്ത് ദാറ്റ് ക്വാളിറ്റി ഓഫ് സബ്ലിമിറ്റി. ഓക്കെ, എക്സ്റ്റെൻഡഡ് സിമിലിസം, ലാറ്റിനൈസ്ഡ് വൊക്കാബുലറി, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ് ഈസ് അബൌട്ട് മിൽട്ടൺ. നൗ നമ്മൾ ഇനി അടുത്തത് പോകുന്ന കുറച്ച് പ്രോസ് റൈറ്റേഴ്സ് ഡ്യൂറിങ് ദ സിവിൽ വാർ ആണ്. മിൽട്ടൺ അല്ലാതെ മിൽട്ടന് പുറമേയുള്ള പ്രോസ് റൈറ്റേഴ്സ്. അതിൽ മെയിനായിട്ട് വരുന്നത് കുറേ പേരുണ്ട്. തോമസ് ബ്രൗൺ ഉണ്ട്, തോമസ് ഫുള്ളർ ഉണ്ട്. അവരെയൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, അതുകൊണ്ട്. പക്ഷേ മേജർ ഒരു 1-2 പേര് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കേണ്ട. ഒന്ന് ഇസാക്ക് വാൾട്ടൺ, ലൈഫ് ഓഫ് ജോൺ ഡൺ. ഇസാക്ക് വാൾട്ടൻ്റെ ഒരു ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആംഗ്ലർ എന്ന് പറയുന്നൊരു വർക്കുണ്ട്. പുള്ളി അത് എന്താ പറയണേ, ആംഗ്ലിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ചൂണ്ടയിടുന്നതിനെ കുറിച്ച് എഴുതിയ വർക്കാണ് കേട്ടോ. അന്നത്തെ മേജറായിട്ടുള്ള ഒരു എലീറ്റ് ഹോബി ആയിരുന്നത് ചൂണ്ടയിടുക എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ് ആംഗ്ലർ ശരിക്കും എന്താ പറയണേ അതിനെക്കുറിച്ചുള്ളൊരു വർക്കാണ് പുള്ളിയുടെ. പക്ഷേ പുള്ളി നമ്മളിവിടെ റെഫർ ചെയ്യുന്ന, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വർക്ക് ലൈഫ്സ് ഓഫ് ജോൺ ഡൺ ആണ്, അല്ലെങ്കിൽ ലൈഫ് ഓഫ് ജോൺ ഡൺ, ലൈഫ്സ് ഓഫ് ജോൺ ഡൺ, ഹെൻറി വോട്ടൺ, റിച്ചാർഡ് ഹൂക്കർ, ജോർജ് ഹെർബർട്ട്, ഇവരുടെ എല്ലാം ലൈഫ് ബയോഗ്രഫി ഈ ഇസാക്ക് വാൾട്ടൺ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത മേജർ ഫിഗർ എന്ന് പറയുന്നത് തോമസ് ഹോബ്സ് ആണ്. ഹി വാസ് എ ഫിലോസഫർ, എ പൊളിറ്റിക്കൽ ഫിലോസഫർ. ഹോബ്സ് നമ്മൾ
നമ്മൾ വേൾഡിൻ്റെ തന്നെ പൊളിറ്റിക്കൽ ഫിലോസഫി എടുക്കുമ്പോൾ റെഫർ ചെയ്യുന്ന ഒരാളാണ്, ലോക്കിന് മുമ്പായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരാളാണ് തോമസ് ഹോബ്സ്. പുള്ളിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫി ഈസ് വെരി ഫേമസ്. കാരണം മേജറായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പുള്ളിയുടെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന തിയറി. 2, അബ്സല്യൂട്ട് സോവറിനും. ഈ 2 കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുള്ളിയാണ്. പുള്ളിയുടെ വർക്കിൻ്റെ പേര് ലെവിയാഥൻ. ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ്ഡ് ആണ് ലെവിയാഥൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ. 1651 ഈ വർക്ക് വരുന്നത്. ഓക്കെ, ഇതൊരു ബിബ്ലിക്കൽ അലിഗേഷനാണ്. ബിബ്ലിക്കൽ മോൺസ്റ്റർ സിംബലൈസിങ് സ്റ്റേറ്റ്, ആർഗ്യൂ ഫോർ സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് അബ്സല്യൂട്ട് സോവറിൻ. ഇത് ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് മാറ്റർ, ഫോം ആൻഡ് ദ പവർ ഓഫ് കോമൺവെൽത്ത്, എക്ലേസിയാസ്റ്റിക്കൽ ആൻഡ് സിവിൽ. നിങ്ങൾ ഈ വർക്ക് നിങ്ങൾ കാണേണ്ടത് കോമൺവെൽത്തുമായിട്ടുള്ള പൊളിറ്റിക്കൽ അതായത് കോമൺവെൽത്തുമായിട്ടുള്ള സൈമിൾട്ടേനിയസ്ലി നിങ്ങൾ കാണേണ്ടത്. ഇത് രണ്ടും ജക്സ്റ്റപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ ആർഗ്യുമെൻ്റ് തന്നെയാണ് പറയുന്നത്. എന്താണൊരു സോവറിൻ സ്റ്റേറ്റിൻ്റെ, അതുപോലെ തന്നെ റോയലിസ്റ്റിക് അല്ലെങ്കിൽ മൊണാർക്കിയൽ ഐഡിയോളജീസിനെതിരെയുള്ള പബ്ലിക് റെസ്പോൺസിനെ കുറിച്ചും അല്ലെങ്കിൽ റെസ്പോൺസും ഒക്കെയാണ് ഈ വർക്കിലും ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് അത് രണ്ടും കണ്ടംപറേനിയസ് ആണ്. സോ സൈമിൾട്ടേനിയസ്ലി നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ആർഗ്യുമെൻറ്റ്സ് പറയണമെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് തോമസ് ഹോബ്സ് ഇതിൽ പറയുന്ന ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് മൊണാർക്സ് ബോഡി സിംബലൈസിങ് ദ സ്റ്റേറ്റ് ഓർ കോമൺവെൽത്ത് ഈസ് ഡിപ്പിക്റ്റഡ് ആസ് കൺസിസ്റ്റിംഗ് ഓഫ് മെനി ഹ്യൂമൻ ബോഡീസ്. ഈ ഒരു ഫിഗർ ഉണ്ട്, ഇതാണ് അബ്സല്യൂട്ട് മൊണാർക്ക് എന്ന് പറഞ്ഞത്. അതായത് അബ്സല്യൂട്ട് മൊണാർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്, അബ്സല്യൂട്ട് മൊണാർക്കിൻ്റെ ഒരു ബോഡി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് പുള്ളി കോൺസെപ്റ്റലൈസ് ചെയ്തിട്ട്, ബാക്കിയുള്ള സിറ്റിസൺസ് ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് ബോഡി. കിങ് ആണെങ്കിൽ കിങ്ങിൻ്റെ പാർട്ട് ഓഫ് ദിസ് ബോഡി. ദിസ് ഈസ് റിലേറ്റഡ് ടു തിയറി ഓഫ് കിങ്സ് ടു ബോഡി, ദ ബോഡി ദാറ്റ് നാച്ചുറൽ ആൻഡ് ബോഡി ദാറ്റ് പൊളിറ്റിക്കൽ. പുള്ളി ആർഗ്യൂ ചെയ്യുന്നതാണ്, ഒരു കിങ് അല്ലെങ്കിൽ ഒരു റൂളർ ഹാസ് 2 ബോഡീസ്. വൺ ഈസ് ദ പൊളിറ്റിക്കൽ ആൻഡ് സെക്കൻഡ് വാസ് ഈസ് ദ ബോഡി പൊളിറ്റിക്കൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ബോഡി നാച്ചുറൽ, അതായത് ആക്ച്വൽ ബോഡി. പിന്നെ 1-2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. പുള്ളിയുടെ സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിത്തൗട്ട് എ ബൈൻഡിങ് സോഷ്യൽ കോൺട്രാക്ട് ബിറ്റ്വീൻ മെൻ ആൻഡ് ദ സ്റ്റേറ്റ്, ഹ്യൂമൻ ലൈഫ് വുഡ് ബി ഡിസോർഡർ, സോളിറ്ററി, പുവർ, നാസ്റ്റി, ബ്രൂട്ടിഷ് ആൻഡ് ഷോർട്ട്. പിന്നെ അതുപോലെ തന്നെ ഹോബ്സിൻ്റെ ഐഡിയ, ആക്ച്വലി പൊളിറ്റിക്കൽ ഐഡിയ നോക്കുവാണെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, ഹി റെസിസ്റ്റഡ് ദ ഐഡിയ ഓഫ് ഇന്നേറ്റ്നെസ്. അതായത് എവറിത്തിങ് ഈസ് ഗിവൺ ബൈ ഗോഡ്, എവറിത്തിങ് ഈസ് ഡിപ്പോസിറ്റഡ് അപ്പോൺ യു. അത് ലോക്കിൻ്റെ എംഫസിസും ഒക്കെ ആയിട്ട് പിന്നീട് അത് കണക്റ്റഡ് ആണ്. ഹോബ്സിൻ്റെ ലോക്കിൻ്റെ എംഫസിസും ഈസ് എ കംപ്ലീറ്റ് ഡിനയൽ ഓഫ് ദ ഐഡിയ ഓഫ് ഇന്നേറ്റ്നെസ്. സോ അതൊരു പൊളിറ്റിക്കൽ ഫിഗറാണ് ആ സമയത്തെ ഫിലോസഫിയിൽ, പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ. നൗ വി ആർ മൂവിങ് ടു ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡണ്ണിനെ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു, കുറേ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. വി വിൽ ഹാവ് എ സ്വീപ്പിംഗ് ലുക്ക് ഓവർ ദിസ് നൗ. വി വിൽ ഓൾസോ ഗെറ്റ് ടു നോ അബൌട്ട് ഫ്യൂ ഓഫ് ദി മേജർ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ലൂസ് ഗ്രൂപ്പ് ഓഫ് 17th century poets who followed Donne. So Donne is actually the center of the idea of metaphysical poetry. So those who followed or shared his temperament, literary temperament, are called metaphysical poets. So Dryden used the term first. Donne's poetry affects metaphysics. So the term metaphysics is actually used by Dryden in order to speak about Donne. He states that Donne's poetry affects metaphysics. Okay, before Dryden, William Drummond of ഹോത്തൻഡൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അയാൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് മെറ്റഫിസിക്കൽ ഡിക്ഷൻ എന്ന യൂസേജ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഡ്രൈഡനെയാണ് നമ്മളെപ്പോഴും റെഫർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഡോക്ടർ ജോൺസൺ ആണ്. അത് ഞാനൊന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ ജോൺസൺ ലൈഫ് ഓഫ് കൗലി. ഡോക്ടർ ജോൺസൻ്റെ ലൈഫ്സ് ഓഫ് പോയറ്റ്സിൽ ഫസ്റ്റ് വർക്കാണ് ലൈഫ് ഓഫ് കൗലി. കൗലി വാസ് എ ഫേമസ് മെറ്റഫിസിക്കൽ പോയറ്റ്. സോ അതും മെറ്റഫിസിക്കൽ പോയട്രിയുടെ ഒരു ലിറ്റററി റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. മേജറായിട്ടും 20th centuryയിലെ മെറ്റഫിസിക്കൽ പോയട്രി റിവൈവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹൗ മെറ്റഫിസിക്കൽ പോയട്രി വാസ് റീഡിസ്കവേർഡ് ബൈ ദി മോഡേണിസ്റ്റ്, ബിക്കോസ് ഫോർ എ സർട്ടൺ എക്സ്റ്റെൻറ്റ് മോഡേണിസ്റ്റ് ആക്ച്വലി ഷെയർഡ് ദ ഫീച്ചേഴ്സ് ഓഫ്, അല്ലെങ്കിൽ ദേ വോർ ആക്ച്വലി ഇൻ സെർച്ച് ഓഫ് those features employed by literary features employed by these metaphysical poets. അത് വിറ്റി ആയിട്ടുള്ള ഡയലോഗ്സ്, ക്യുക്ക് റെസ്പോൺസസ്, അതുപോലുള്ള അബ്രപ്റ്റ് ബിഗിനിങ്, പിന്നെ മെറ്റഫിസിക്കൽ കൺസീറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഫാൻസ് ആയിരുന്നു ആക്ച്വലി. അല്ലെങ്കിൽ ദേ വർ ആർഡൻ ടു നോ അബൌട്ട് ദിസ് മോഡേണിസ്റ്റ്.
അതുകൊണ്ട് തന്നെ മോഡേണിസ്റ്റിൻ്റെ സമയം, അതായത് ഏർലിയസ്റ്റ് 20th സെഞ്ച്വറിയിൽ ഹെൻറി ഹാരിസൻ്റെ മെറ്റഫിസിക്കൽ ലിറിക്സ് ആൻഡ് പോംസ് എന്ന് പറഞ്ഞൊരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ആ വർക്ക് ശരിക്കും വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ദാറ്റ് ആക്ച്വലി recovered importance, the lost prominence of metaphysical poetry in the 20th century after four decades, not decades, 4 centuries. ഓക്കെ ഫൈൻ. ഇനി കുറച്ച് ഫീച്ചേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് ഓഫ് എവറിഡേ സ്പീച്ച്, സില്ലോജിസം, മെറ്റഫിസിക്കൽ കൺസീറ്റ്. കൺസീറ്റ് നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. സില്ലോജിസം ഈസ് ആക്ച്വലി ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ് ആണ് സില്ലോജിസം എന്ന് പറയുന്നത്. കാർപീഡിയം, seize the day, philosophy they were actually following. Use of irony and paradox, religious and sensual feelings. റിലീജിയസ് ആൻഡ് സെൻഷ്യൽ ഫീലിങ്സ് തീംസ് ആണ്. അതിൽ മെറ്റഫിസിക്കൽ പോയിറ്റ്സിൽ തന്നെ കാറ്റഗറീസ് ഉണ്ട്. മെറ്റഫിസിക്കൽ റിലീജിയസ് മെറ്റഫിസിക്കൽ പോയിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കാവലിയർ പോയിറ്റ്സിൽ മെറ്റഫിസിക്കൽ പോയിറ്റ്സ് ഉണ്ട്. അതിലും മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. സോ വിൽ സീ ദാറ്റ് നൗ. ഡൺ റെഫർ ടു ദ പ്രീവിയസ് സെഷൻ. രണ്ടാമത്തെ മേജർ റൈറ്റർ എന്ന് പറഞ്ഞാൽ അബ്രഹാം കൗലിയാണ്. അബ്രഹാം കൗലിയുടെ ലൈഫ്സ് ആണ് ശരിക്കും ഡോക്ടർ ജോൺസൺ എഴുതിയത്, ലൈഫ്സ് ഓഫ് പോയറ്റ്സിൽ. ഓക്കെ, പുള്ളിയുടെ മേജർ വർക്ക് എന്ന് പറയുന്നത് മിസ്ട്രസ് എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. വേറെ 1-2 വർക്കുകളുണ്ട്. ഡേവിഡേസ് എന്ന് പറഞ്ഞ വർക്കുണ്ട്, പിൻഡാറിക് ഓട്സ് ഉണ്ട്. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ യു ജസ്റ്റ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ ഫിഗേഴ്സ്. അബ്രഹാം കൗലി. രണ്ടാമത് ആൻഡ്രൂ മാർവൽ ആണ്. ആൻഡ്രൂ മാർവൽ വാസ് എ ഫേമസ് പൊളിറ്റിക്കൽ ഫിഗർ. റിപ്പബ്ലിക്കൻ ആയിരുന്നു, ഒരു ലിബറൽ പ്യൂരിറ്റൻ ആയിരുന്നു, ഫ്രണ്ട് ഓഫ് മിൽട്ടൺ. ആക്ച്വലി മാർവലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് മിൽട്ടൻ്റെ ലാസ്റ്റ് ടൈമിൽ ബ്ലൈൻഡ് ആയിരുന്ന ടൈമിൽ മിൽട്ടനെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഹി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മിൽട്ടൺ. സോ ടു ഹിസ് കോയ് മിസ്ട്രസ് വൈഡ്ലി ഡിസ്കസ്ഡ് ആണ്, വൈഡ്ലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അതിലും നിങ്ങൾക്ക് നോക്കിയാൽ മതി. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ പല ഫീച്ചേഴ്സും നമുക്ക് കാർപീഡിയം ഫിലോസഫി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയണേ, ടൈമിൻ്റെ പാസേജസിനെ കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ പറ്റും. സെൻഷ്യൽ ഫീലിങ്സിനെ കുറിച്ച്, ഡിസയേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ പറ്റും. എക്സാജുറേറ്റഡ് ആയിട്ട് ഫാൻസീസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഫീച്ചേഴ്സ് എല്ലാം ഈ പോയത്തിൽ വളരെ എവിഡൻ്റ് ആയിട്ട് ഒബ്വിയസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫെമിലിയർ പോം ഫോർ യു ഓൾ. ടു ഹിസ് കോയ് മിസ്ട്രസ്. വേറെ പോംസ് എടുക്കുകയാണെങ്കിൽ ദ ഗാർഡൻ വരുന്നുണ്ട്. മൂവ പോയംസ് ഉണ്ട്. മൂവ പോയംസും ഫേമസ് ആയിട്ടുള്ള പോംസ് ആണ് നമ്മുടെ ആൻഡ്രൂ മാർവലിനെ വെച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഡെഫിനിഷൻ ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു പോയമുണ്ട്. അപ്പോൺ ആപ്പിൾട്ടൺ ഹൗസ് എന്ന് പറഞ്ഞ് വേറൊരു പോയമുണ്ട്. ഇതെല്ലാം ഇയാളുടെ ഫേമസ് ആയിട്ടുള്ള പോയം. ഇതിൽ ഗാർഡൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയമാണ്, ഒരു റിഫ്ലക്റ്റീവ് പോയമാണ്. പലപ്പോഴും നെറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു പോയമാണത്. ഓക്കെ ഫൈൻ. നൗ നെക്സ്റ്റ് ഫിഗർ ഈസ് ജോൺ ക്ലിഫ്ലാൻഡ്. ക്ലിഫ്ലാൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ക്ലിഫ്ലാൻഡ് ആക്ച്വലി ഒരു കേംബ്രിഡ്ജ് പോയറ്റാണ് ബേസിക്കലി. പുള്ളിയുടെ പുള്ളി സ്ട്രോങ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഡിക്ഷൻ പുള്ളിയുടെ പോയട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബിക്കോസ് ഓഫ് ഹിസ് യൂസ് ഓഫ് ഹാർഷ് ആൻഡ് ഒബ്സ്ക്യൂർ സ്റ്റൈൽ ഇൻ റൈറ്റിംഗ്. റെബൽ സ്കോട്ട്, എലജി ഓൺ ബെൻ ജോൺസൺ ഒക്കെ പുള്ളിയുടെ മേജർ വർക്ക്സ് ആണ്. ജോൺ ക്ലിഫ്ലാൻഡ്. ഓക്കെ, ഇനി കുറച്ച് മെറ്റഫിസിക്കൽ കവലിയേഴ്സ് ഉണ്ട്. അതായത് ദേ വെയർ മെറ്റഫിസിക്കൽ പോയറ്റ്സ് അറ്റ് ദ സെയിം ടൈം ദേ ഷെയർ ദ ഫീലിങ്സ് ഓഫ് കാവലിയർ പോയട്രി അല്ലെങ്കിൽ കാരളീൻ പോയട്രി. ഓക്കെ, മെറ്റഫിസിക്കൽസ് കാവലിയേഴ്സ് മെയിനായിട്ട് റോബർട്ട് ഹെറിക്ക്. ഹി വാസ് എ പ്രീസ്റ്റ്, പാർസൺ ആയിരുന്നു. പുള്ളിയുടെ മേജർ വർക്ക് ഹെസ്പെറിഡസ് ആണ്, 1648. ഹെസ്പെറിഡസ് ഒരു വലിയ വർക്കാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1200 പോംസ്. മെയിനായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള തീമിലാണ് പുള്ളി എഴുതിയേക്കുന്നത്. കൺട്രി ലൈഫ്, കസ്റ്റംസ്, സീസൺസ് ഒക്കെയാണ് മേജറായിട്ട് തീംസ് വരുന്നത്. അതിൽ നോബിൾ നമ്പേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആംഗ്ലിക്കൻ ലിറ്റർജിയുടെ ഭാഗമായിട്ടുള്ളൊരു പോയമാണ് നോബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേറെ കുറേ പോയിംസ് ഉണ്ട്, ഞാൻ റെഫർ ചെയ്തില്ല. ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞുണ്ട്. ദ ഓഡ് ടു ബെൻ ജോൺസൺ ഉണ്ട്. ഓക്കെ, അനദർ മേജർ മെറ്റഫിസിക്കൽ പോയറ്റ് ഓർ മെറ്റഫിസിക്കൽ കവലിയർ പോയറ്റ് ഈസ് തോമസ് കാരിയോ. തോമസ് കാരിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ അഡ്മയർ ഓഫ് ബെൻ ജോൺസൺ. അതുപോലെ തന്നെ ഡൺ. പുള്ളിയുടെ പോയട്രി എല്ലാം സെൻഷ്യസ് പോയട്രി ആയിരുന്നു, സെൻഷ്യസ് ലിറിക്സ് ആയിരുന്നു. ലവിനെ കുറിച്ചും സെൻഷ്യസ് ലവിനെ കുറിച്ചും ഡിസയേഴ്സിനെ കുറിച്ചും ഒക്കെ വളരെ വിവിഡായിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. സോ മേജർ പോം എന്ന് പറയുന്നത് ഹി ദാറ്റ് ലവ്സ് എ റോസി ചീക്ക്, എ റപ്ചർ, ഇതൊക്കെയാണ് മേജർ പോംസ്. ഓക്കെ ഫൈൻ. Okay, fine. Now, next one is a religious metaphysics, the third category. Religious metaphysics ഉൾപ്പെടുന്ന ഒരു പോയറ്റ്, ആദ്യത്തെ പോയറ്റ് ജോർജ് ഹെർബർട്ട് ആണ്.
They were dealing with both, I mean, they were using the metaphysical literary techniques, and at the same time the theme in which they were writing was religion. So George Herbert, a fine religious man, I mean, even his contemporaries considered him as a saint. So that was the person in, as a as a soul, അല്ലെങ്കിൽ as a person, he was very spiritual. ഹെർബർട്ട്സിൻ്റെ വർക്ക് എടുക്കുകയാണെങ്കിൽ ടെമ്പിൾ എന്ന് പറഞ്ഞ വർക്ക് വളരെ ഫേമസ് ആണ്. സേക്രഡ് പോയംസ് ആൻഡ് പ്രൈവറ്റ് ഇജാക്കുലേഷൻസ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, ഐ മീൻ സബ് ടൈറ്റിലാണ്. പിന്നെ ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന ഒരു പോയം പലയിടത്തും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പോയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ പോയട്രിയാണ്. പാറ്റേൺ പോയട്രി എന്ന് പറഞ്ഞാൽ പോയത്തിൻ്റെ ലൈൻസ് ഒരു പാറ്റേണിൽ ഫോം ചെയ്തിട്ട് അവതരിപ്പിക്കുന്നതാണ് പാറ്റേൺ പോയട്രി. സോ ഈസ്റ്റർ വിങ്സ് അങ്ങനെ ഒരു പോയാണ്. കോളർ എന്ന് പറഞ്ഞൊരു ഫേമസ് പോയം ഉണ്ട് പുള്ളിയുടെ. ഓക്കെ, ഹെർബർട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ ആയിട്ടുള്ള റിലീജിയസ് മെറ്റാഫിസിക്സിലുള്ള ആളാണ് റിച്ചർഡ് ക്രാഷ്യൂ. റിച്ചർഡ് ക്രാഷ്യൂ സ്റ്റെപ്സ് ടു ടെമ്പിൾ ഈസ് എ വെരി ഫേമസ് പോം. പുള്ളി ഒരു ആക്ച്വലി ഒരു കാത്തലിക് ആയിരുന്നു, കാത്തലിക് അഡ്മയറർ ആയിരുന്നു, ആസ് ഓൾസോ ക്രിട്ടിക് ഓഫ് പ്യൂരിറ്റാനിസം. ഓക്കെ, അതൊക്കെയായിരുന്നു പുള്ളിയുടെ ഫീച്ചേഴ്സ്. മേജർ വർക്ക് സ്റ്റെപ്സ് ടു ടെമ്പിൾ ആണ്. നമുക്ക് പിന്നെ ഹെൻറി വേഗം ഉണ്ട്. ഹെൻറി വേഗം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സിലക്സ് ഇൻഡലിയൻ, ദ റിട്രീറ്റ്, ഈ രണ്ട് പോയിംസും ഹെൻറി വേഗത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോംസ് ആണ്. ഇതിൻ്റെ റിട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റിയോട്, വേർഡ്സ്വർത്തിൻ്റെ ഇമ്മോർട്ടാലിറ്റിയോട് ഈസ് ആക്ച്വലി ഇൻസ്പയർഡ് ബൈ ദിസ് പോം റിട്രീറ്റ്. ഇമ്മോർട്ടാലിറ്റിയോട് ഓർക്കുന്നില്ലേ, അത് ഫേമസ് ആയിട്ടുള്ളൊരു പോമാണ്. MG യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ആണ് ഇമ്മോർട്ടാലിറ്റിയോട്, ഓഡ് ഓൺ ഇമ്മോർട്ടാലിറ്റി. ഓക്കെ, അത് റിട്രീറ്റ് അതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ റിട്രീറ്റ് കൊടുത്തത്. സിലക്സ് ഇൻഡലിയൻ ഒരു ഫേമസ് വർക്കാണ് ഹെൻറി വേഗത്തിൻ്റെ. ഓക്കെ, ഫൈൻ. സിലക്സ് ഇൻഡലിയൻ്റെ അർത്ഥം ദ ഫ്ലാഷിംഗ് ഫ്ലിൻറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. ആ സമയത്ത് അതായത് പോയട്രി ഈസ് ഓവർ ലൈക്ക് ബൈ ദാറ്റ് ടൈം. തോമസ് ടെർഹറൻ ഉണ്ട്, പക്ഷേ അയാൾ വളരെ മൈനർ പോയറ്റാണ്, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. So if you are looking broadly at that time, we have another few forms of literature, like we have pamphlets were there. So there was a collection of pamphlets by a person called George Thomson. It's called Thomson's collection, which had almost 22,000 pamphlets. So നമ്മൾ അറിയാവുന്ന പോലെ തന്നെ ഈ പീരീഡ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയതുകൊണ്ട് സോ പീപ്പിൾ വെർ റെസ്പോണ്ടിങ് റൈറ്റിംഗ് പാംപ്ലെറ്റ്സ്. സോ ആ പാംപ്ലെറ്റ്സ് ഒരുപാട് എഴുതപ്പെട്ട ഒരു ടൈമാണ്. ദർ വാസ് എ പ്രൊളിഫറേഷൻ ഓഫ് പാംപ്ലെറ്റ് റൈറ്റിംഗ്. സോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്ന രീതിയിൽ ഈ തോംസൺസ് കളക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ആ സമയത്തെ പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ, ലിറ്റററി ആസ്പെക്റ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഈ പാംപ്ലെറ്റിൽ നിന്നാണ് പല കാര്യങ്ങളും. പിന്നെ ആ സമയത്തെ മേജറായിട്ടുള്ള വേറൊരു റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പോഗ്രഫിക്കൽ പോയംസ് ആണ്. ടോപ്പോഗ്രഫിക്കൽ പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ poetry about the topography of a place, അല്ലെങ്കിൽ geographical features of a place, അല്ലെങ്കിൽ description of the nature, the outer nature, അതാണ് ടോപ്പോഗ്രഫിക്കൽ പോയം. അതിൽ ജോൺ ഡെൻഹാം, കൂപ്പർ ഹിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയട്രിയാണ്. ദിസ് ഈസ് അബൌട്ട് ടെംസ് റിവർ. ഓക്കെ, നൗ മറ്റ് ആർട്ട് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനറിസം വാസ് എ ഫേമസ് മൂവ്മെൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. മാനറിസം എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, styles like deliberate exaggeration, witty and intellectual quality, elegant and distorted form. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മാനറിസ്റ്റ് പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അതിൻ്റെ അകത്തൊരു നെക്ക് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇറ്റ്സ് ക്വൈറ്റ് ലെങ്തിയാണ്, യൂഷ്വൽ ആയതിനേക്കാളും കൂടുതൽ ലെങ്തി ആയിട്ടുള്ളൊരു നെക്കാണ്. അതായത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള എക്സാജറേഷൻ, ഡിസ്റ്റോർഷൻ, ഇതൊക്കെ മാനറിസ്റ്റ് പെയിൻറ്റിങ്ങിന് പ്രത്യേകമാണ്. മാനറിസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ടൈമാണിത്. മൈക്കലാഞ്ചലോടെയൊക്കെ പെയിൻറ്റിംഗ് ഉണ്ട് മാനറിസ്റ്റ് രീതിയിലുള്ളത്. സോ ഇത് ദാറ്റ് വാസ് ഓൾസോ എ ലേറ്റ് റിനൈസൻസ് റെസ്പോൺസ് ടു ഹൈ റിനൈസൻസ് ആർട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ റെസ്റ്റോറേഷൻ പീരീഡിലെ, റെസ്റ്റോറേഷൻ അല്ല, സിവിൽ വാർ പീരീഡിലെ മേജർ ആയിട്ടുള്ള ഈവൻറ്റ്സ്. നൗ വി വിൽ മൂവ് ഓൺ ടു ദ റെസ്റ്റോറേഷൻ പീരീഡ്. I think I can finish it now. Okay, restoration period is between 1660 to 1700. മറ്റേതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് റെസ്റ്റോറേഷൻ പീരീഡ്, ബിക്കോസ് ദിസ് ഈസ് ദ ടൈം വെൻ മൊണാർക്കി ഈസ് റീഇൻസ്റ്റോൾഡ് in Britain, England. So it was followed by a lot of political
diplomatic discussions and travelings from there to here France and all, because ചാൾസ് സെക്കൻഡിൻ്റെ ചാൾസ് ഫസ്റ്റിൻ്റെ ബിഹൈഡിങ്ങിന് ശേഷം ചാൾസിൻ്റെ മകൻ they actually flooded to France. They were they sought asylum there, and then they staying there. So ഈ ഒലിവർ ക്രോംവെലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രൊട്ടക്ടറേറ്റ് വാസ് വെരി disastrous by the end, after, especially after the death of Oliver Cromwell. His son was in charge. So it was proved that പ്രൊട്ടക്ടറേറ്റ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഐഡിയ എന്ന് പറയുന്നത്, പ്യുവർ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഈസ് നോട്ട് എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ നോട്ട് സ്യൂട്ടബിൾ ഫോർ ബ്രിട്ടൻ. സോ the aristocratic people, Lords, House of Lords, wanted to reinstate monarchy. So they brought back Charles' son, Charles II, Church of from France, and he started ruling from 1660. So അതാണ് റെസ്റ്റോറേഷൻ, അവിടെയാണ് റെസ്റ്റോറേഷൻ പീരീഡ് ആരംഭിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി അണ്ടർ ചാൾസ് സെക്കൻഡ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വാസ് റിസ്റ്റോർഡ് ആസ് എ റിസൾട്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് റീസ്റ്റോർ ചെയ്യുന്നു. തിയേറ്റേഴ്സ് റീഓപ്പൺഡ്, അതായത് എവറിത്തിങ് കംസ് ബാക്ക് ടു ദി നോർമൽ. സോ അത് ഒരു അതാണ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ. ചാൾസ് വാസ് ആൻ അഡ്മയർ ഓഫ് കാത്തലിസിസം ഈവൻ ദോ ഹി വാസ് എ പ്രൊട്ടസ്റ്റന്റ്. അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മേജർ ഹിസ്റ്റോറിക്കൽ ഇവന്റ് നോക്കുവാണെങ്കിൽ ഒന്ന് പ്ലേഗ് റീഅപ്പിയർഡ്, ബുബോണിക് പ്ലേഗ് റീഅപ്പിയർഡ് ഇൻ 1665 ആൻഡ് 1666. ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ 1666 മേജറായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ്. ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, ഒരുപാട് ബിൽഡിങ്സ് എല്ലാം ബേൺ ചെയ്ത ഒരു സംഭവമാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ടെസ്റ്റ് ആക്ട് ഓഫ് 1673 ആണ് ഒരു മേജർ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആംഗ്ലിക്കനിസം റീഇൻസ്റ്റോൾ ചെയ്തു ആംഗ്ലിക്കൻ ചർച്ച്. സോ അവരൊരു പ്രൊവിഷൻ കൊണ്ടുവന്നു, അതായത് മേജർ ആയിട്ടുള്ള എല്ലാ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി മിലിറ്ററി ആൻഡ് സിവിൽ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വൺസ് ഇൻ എ ഇയർ അവരുടെ അഫിനിറ്റി ടുവേർഡ്സ് ആംഗ്ലിക്കനിസം പ്രൊക്ലെയിം ചെയ്യണം എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നു. അതാണ് ദ ടെസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് 1673. അതിനുശേഷം അതിനുശേഷം പോപ്പിഷ് പ്ലോട്ട് വരുന്നുണ്ട് 1678. അതായത് ടൈറ്റസ് ഓട്ട് എന്ന് പറയുന്ന ഒരു കാത്തലിക് ടൈറ്റസ് ഓട്ട് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ, റെബൽ ആംഗ്ലിക്കൻ നയിച്ച ഒരു പ്ലോട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ചാൾസ് സെക്കൻഡിനെ അസാസിൻ ചെയ്യുക, എന്നിട്ട് കാത്തലിസിസം തിരിച്ചു കൊണ്ടുവരിക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ കോൺട്രവേഴ്സി, അല്ലെങ്കിൽ ഇറ്റ് വാസ് ആക്ച്വലി എ ഫിക്റ്റീഷ്യസ് കൈൻഡ് ഓഫ് തിങ്. ഇറ്റ് വാസ് നോട്ട് റിയൽ. സോ ഒരു ഈ ആംബിയൻസിൽ ഇങ്ങനെ ഈ ഒരു പ്ലോട്ടായിട്ട് ഇതിങ്ങനെ നിന്നു അല്ലാതെ അത് ശരിക്കും എക്സിക്യൂഷനൊന്നും ഉണ്ടായില്ല പിന്നീട്. സോ പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു ആ സമയത്ത്, ബിക്കോസ് ഈ ഒരു പോപ്പിഷ് പ്ലോട്ടിൻ്റെ ഒരു കോൺസ്പിരസി നിലനിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ശരിക്കും ഒരു ആൻറ്റി കാത്തലിക് സെൻറ്റിമെൻറ്റ്സ് പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുകയും അത് പിന്നീടുള്ള പവർ ഷിഫ്റ്റിൻ്റെ സമയത്ത് മെറ്റീരിയലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ശരിക്കും എക്സ്ക്ലൂഷൻ ക്രൈസിസ് ആണ്. അതായത് എക്സ്ക്ലൂഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ചാൾസ് സെക്കൻഡ് ഒരു 85 അയാൾ മരിക്കും, എക്സ്പയർ ആവും. സോ ബൈ ദാറ്റ് ടൈമിൽ ആരാണ് അടുത്ത ഹെയർ എന്നുള്ളൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഹീ ഡിഡ് നോട്ട് ഹാവ് he did not have a legitimate child. What he had was all illegitimate children. പുള്ളി ഒരു ലൈസൻഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ ഹി ഹാഡ് എ ലോട്ട് ഓഫ് ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അടുത്ത പ്രീഡിസീസർ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതാണ് എക്സ്ക്ലൂഷൻ ക്രൈസിസിൽ വരുന്നത്. അപ്പോൾ യൂഷ്വലി ദർ വാസ് 2 fractions among the people, maybe mainly Lords, one Whigs and second Tories. Whigs എന്ന് പറഞ്ഞാൽ ലിബറൽസും ടോറീസ് എന്ന് പറഞ്ഞാൽ കോൺസർവേറ്റീവ്സും. അതാണ് പിന്നീട് ബ്രിട്ടനിലെ പാർട്ടികളായിട്ട് ലിബറൽസും കൺസർവേറ്റീവ്സും ആയിട്ട് മാറുന്നത് പിന്നീട് ഈ ഒരു കാറ്റഗറൈസേഷൻ തന്നെയാണ്. ഇവിടെയാണ് ശരിക്കും തുടങ്ങുന്നത് വിഗ്സ് ആൻഡ് ടോറീസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഉത്ഭവം തന്നെ നമുക്ക് ഇതുമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. വിഗ്സ് ആൻഡ് ടോറീസ്. വിഗ്സ് പാർട്ടി വാസ് ആക്ച്വലി ഫൗണ്ട് ബൈ ആന്റണി ആഷ്ലി കൂപ്പർ, ദ ഏൾ ഓഫ് ഷാഫ്സ്ബറി. ടോറി പാർട്ടി വാസ് ആക്ച്വലി supporting the James, the succession of James
ആഫ്റ്റർ ചാൾസ്. അതായത് ജെയിംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ അടുത്ത മേജർ കാൻഡിഡേറ്റ് ഫോർ ദി മൊണാർക്കി ഈസ് ആക്ച്വലി ചാൾസ് സെക്കൻഡിൻ്റെ ബ്രദറാണ് ജെയിംസ്. സോ ടോറീസ് വെർ ആക്ച്വലി ഇൻ സപ്പോർട്ട് ഓഫ് ഇൻസ്റ്റോളിങ് ജെയിംസ് സെക്കൻഡ് ആസ് ദി മൊണാർക്ക് ആഫ്റ്റർ ചാൾസ്. പക്ഷേ അതിനെതിരെയാണ് വിഗ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തത്. കാരണം ജെയിംസ് വാസ് എ കാത്തലിക് ആൻഡ് ദർ ഈസ് എ ചാൻസ് ഫോർ ഫോളിങ് ദ കിങ്ഡം ബാക്ക് ടു ദ കാത്തലിക് ഹാൻഡ്സ് ഇഫ് ജെയിംസ് ഈസ് കമ്മിങ് ടു പവർ. അതുകൊണ്ട് വിഗ്സ് അതിനെ എതിർത്തു. സോ മേജർ ആയിട്ടുള്ള ഫിഗർ ഞാൻ പറഞ്ഞു, പാർട്ടി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആന്റണി ആഷ്ലി കൂപ്പർ. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നുണ്ട്. അത് പിന്നീട് ഒരുപാട് ലോങ് ടൈം നീണ്ടു നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എക്സ്ക്ലൂഷൻ ബില്ല് ഞാൻ പറഞ്ഞു. എക്സ്ക്ലൂഷൻ ബില്ലിൽ കുറേ ഫിഗേഴ്സ് വരുന്നുണ്ട്. ഐ ആക്ച്വലി ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ദർ ഈസ് എ പൊളിറ്റിക്കൽ ടർമോയിൽ. ജെയിംസ് സെക്കൻഡ് തന്നെയാണ്, പക്ഷേ ഹി കംസ് ഇൻ ടു റൂൾ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ചാൾസ്. ഓക്കെ, അത് പിന്നീട് ഗ്ലോറിയസ് റെവല്യൂഷനോട്ട് നയിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനം ഞാൻ വിട്ടുപോലെ. ഓക്കെ, ലിറ്ററേച്ചർ ഡ്യൂറിങ് ലിബർട്ടൈൻ ഡെക്കോറം കോമഡി ഫൈൻ. ഈ ഒരു ലൈൻ തന്നെ ഞാൻ പറഞ്ഞു തീർക്കാം. ജെയിംസ് സെക്കൻഡ് ശരിക്കും ചാൾസ് സെക്കൻഡിന് ശേഷം റൂൾ ചെയ്യാൻ വരുന്നു. ജെയിംസ് സെക്കൻഡാണ് അടുത്ത റൂളർ. സോ അയാൾ ശരിക്കും 1855 റൂൾ ചെയ്യാൻ മീൻസ് മൊണാർക്കി അധികാരം ഏറ്റെടുക്കുന്നത്. 1855 മുതൽ 1885 മുതൽ 1888 വരെയുള്ള ടൈമിലാണ് പുള്ളി റൂൾ ചെയ്തത് ജെയിംസ് സെക്കൻഡ്. ഈ 1888 ആക്ച്വലി ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട ഈ വിഗ്സ് ടോറീസ് ഫ്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുകയും ഈ സമയത്ത് വിഗ്സ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they wanted to banish James II from the throne and bring back it into the hands of the Protestants. So what did they do was that they brought Charles first cousin or maybe a relative, അതായത് മേരി സെക്കൻഡ് ആക്ച്വലി എന്താ പറയണേ, ഇവിടെയായിരുന്നു സ്ഥലം, നെതർലാൻഡിലെ ക്വീൻ ആയിരുന്നു മേരി സെക്കൻഡ്. സോ വിഗ്സ് ഇൻവൈറ്റഡ് മേരി സെക്കൻഡ് ആൻഡ് വില്യം സെക്കൻഡ് ഹെർ ഹസ്ബൻഡ് ഇൻ ടു ഇംഗ്ലണ്ട് ടു ടേക്ക് ഓവർ ദ റൂൾ. സോ 1688 അത് കിങ് ജെയിംസ് സെക്കൻഡ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നെതർലാൻഡ്സിൽ നിന്നും ക്വീൻ മേരി സെക്കൻഡും വില്യം ഓഫ് ഓറഞ്ചും, അതാണ് വില്യം തേർഡ്, അവരുടെ they come to Britain. So James did not stand for a war, rather he fled. സോ അതിനെയാണ് ശരിക്കും ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വില്യം ഓഫ് തേർഡും ഓറഞ്ചും മേരി സെക്കൻഡും ബ്രിട്ടനിലേക്ക് തിരിച്ച് അധികാരം പിടിച്ചെടുക്കാനായിട്ട് വരികയും ഈ സമയത്ത് റൂളറായിരുന്ന ചാൾസിൻ്റെ ബ്രദർ ചാൾസ് സെക്കൻഡിൻ്റെ ബ്രദർ ജെയിംസ് സെക്കൻഡ് ഫ്ലഡ് ചെയ്യുകയും ചെയ്തു. സോ ഇറ്റ് വാസ് എ ബ്ലഡ് ലെസ് റെവല്യൂഷൻ. അതുകൊണ്ടാണ് ഇതിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ദർ വാസ് നോ ബ്ലഡ് ആക്ച്വലി ഫ്ലോൺ ഇൻ ദിസ്, ദർ വാസ് നോ വാർ ഹാപ്പൻഡ്. സോ അത് ഒരു വളരെ ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഓഫ് പവർ അവിടെ നടന്നു. അതിനെ നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി പറയും. ഇനി ജെയിംസ് സെക്കൻഡിൻ്റെ, അതായത് ജെയിംസ് സെക്കൻഡ് വാസ് ദ വൺ ഹു ഫ്ലഡ്. പുള്ളിയുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ ലീനേജിൽ വരുന്ന ആൾക്കാർ ഓൾവേസ് ട്രൈ ടു റീക്യാപ്ചർ ദ പവർ. ദീസ് അറ്റംപ്റ്റ്സ് വെർ ആക്ച്വലി കോൾഡ് ദി ജേക്കബൈറ്റ് റൈസിങ്സ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ സ്ലൈഡിൽ കിടക്കുന്നതാണത്. ജാക്കോബൈറ്റ് റൈസിങ്സ് എന്ന് പറയുന്നത് 1715 1745 രണ്ട് ടൈമിൽ അത് മേജറായിട്ട് നടന്നിട്ടുണ്ട്. അതായത് ജെയിംസ് സെക്കൻഡിൻ്റെ ലീനേജിലായ ജെയിംസ് സെക്കൻഡിൻ്റെ ഹെറിഡിറ്ററി ബ്ലഡ്, അത് മെയിനായിട്ട് മകനാണ്. ഓക്കെ ഫൈൻ. വോൾട്ടർ സ്കോട്ടിൻ്റെ വിവേർലി നോവലിൽ പറയുന്ന ഈ ജാക്കോബൈറ്റ് റൈസിങ്സ് ആണ്. ഓക്കെ ഫൈൻ. John Locke was the famous philosopher, was a contemporary to this time. Fine. Now വില്യം ഓഫ് തേർഡും ഓറഞ്ചും ക്വീൻ മേരിയും ഒരുമിച്ച് ജോയിൻ്റ്ലി ആണ് അവർ റൂൾ ചെയ്തത് ബ്രിട്ടൻ. സോ മേരി ആക്ച്വലി ഡൈസ് earliest. Then മേരി 1702 മരിക്കും. അതിനുശേഷം വില്യം ടേക്സ് ഓവർ ദി റൂൾ. That is how it ends. That is how it goes on. അതാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ലിറ്ററേച്ചറിലോട്ട് വരുവാണ്. ലിറ്ററേച്ചർ ഡ്യൂറിങ് ചാൾസ് സെക്കൻഡ്സ് ടൈം എന്ന് പറയുന്നത് ലിബർട്ടൈൻ ആയിരുന്നു. ഡെക്കോറം, കോമഡി ഓഫ് മാനേഴ്സ് ഓർ റെസ്റ്റോറേഷൻ കോമഡി വാസ് എ മേജർ ഫോം ഓഫ് ലിറ്ററേച്ചർ. റോയൽ സൊസൈറ്റി ഓഫ് സയൻസ് വാസ് പേട്രണൈസ്ഡ്. എംപറിസിസം വാസ് ആക്ച്വലി എംബ്രൈസ്ഡ്. ഇതൊക്കെ ചാൾസ് സെക്കൻഡിൻ്റെ ടൈമിൽ, അത് റെസ്റ്റോറേഷൻ ടൈമിൻ്റെ മേജർ ഫിഗേഴ്സാണ്. ലിബർട്ടൈൻ ആയിരുന്നു ലിറ്ററേച്ചർ. കാരണം നമുക്കറിയാം ക്രോംവെല്ലിൻ്റെ ടൈമിന് ശേഷം
ഒരു ടൈം ഓഫ് കൺവെൻഷൻസിന് ശേഷം പിന്നീട് തിരിച്ചു പോകുമ്പം ഇറ്റ് വാസ് ക്വയറ്റ് licentious and libertine. Decorum was a kind of idea that they followed at that point of time in literature. Comedy of manners അല്ലെങ്കിൽ restoration comedy was a major genre of drama at that point of time. And Royal Society was established and it was patronized by Charles II. He was an admirer of empiricism and science. സോ ഇതൊക്കെയാണ് ആ സമയത്ത് മേജർ ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബ്രോഡ്ലി പറയുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടെ ബറോക്ക് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നു. സ്റ്റൈൽ ഇൻ ആർട്ട് വാസ് ദാറ്റ് ടൈം കോൾഡ് ബറോക്ക്. ഓക്കെ, നൗ ഓക്കെ, ടൈം ഈസ് അപ്പ് ഐ തിങ്ക്. ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ് നൗ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്?